അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഭാഗമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് മോർട്ടഗേജ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? സെയിൽസും അതുപോലെ സെയിൽസിന് സമാനമായിട്ടുള്ള ഇടപാടുകൾ, ട്രാൻസാക്ഷൻസ് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് സെയിൽസും മോർട്ടഗേജും തമ്മിലുള്ള കാര്യമാണ് ഇനി നോക്കാനുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ പറയുന്നു, മോർട്ടഗേജ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്. മോർട്ടഗേജ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് ഓഫ് ക്രിയേറ്റിംഗ് ചാർജ് ഓവർ സെക്യൂരിറ്റി. സെക്യൂരിറ്റി മുകളിൽ ചാർജ് ഉണ്ടാക്കുന്ന, വൈൽ ഗ്രാൻഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു ബോറോവേഴ്സ്. ബോറോവേഴ്സിന് ലോൺസും അഡ്വാൻസസും ഒക്കെ കൊടുക്കുന്ന സമയത്ത് സെക്യൂരിറ്റീസിന് മുകളിൽ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മോർട്ടഗേജ് എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് ചാർജ് ഓൺ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിൻ്റെ മുകളിൽ ചാർജ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? മോർട്ടഗേജ് എന്നുള്ളത്. ഓക്കെ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? ലാൻഡ്, ബിൽഡിങ്സ് ഒക്കെയാണ് എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ മോർട്ടഗേജ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ആൻ ഇൻട്രസ്റ്റ് ഇൻ സ്പെസിഫിക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഫോർ ദ പർപ്പസ് ഓഫ് സെക്യൂറിംഗ് ദി പേയ്മെൻറ്റ് ഓഫ് മണി അഡ്വാൻസ്ഡ് ഓർ ടു ബി അഡ്വാൻസ്ഡ് ബൈ വേ ഓഫ് ലോൺ ആൻഡ് എക്സിസ്റ്റിംഗ് ഓർ ഫ്യൂച്ചർ ഡെപ്റ്റ് or the performance of an engagement which may give rise to a peculiarly liability. അതായത് എന്താ പറയുന്നത്? മോർട്ടഗേജ് എന്ന് വെച്ചാൽ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ആൻ ഇൻട്രസ്റ്റ് ആണ്, അല്ലേ? ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ മുകളിലുള്ള ഒരു വ്യക്തിക്കുള്ള താല്പര്യത്തെ കൈമാറ്റം ചെയ്യുക മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട്. എന്ത് പർപ്പസിന് വേണ്ടിയിട്ട്, എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ്? സെക്യൂറിങ് ദി പേയ്മെൻറ്റ് ഓഫ് മണി, അല്ലേ? പണം കൊടുക്കാനുള്ളതിനെ സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഭാവിയിലെ ഒരു ഡെപ്റ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിൻ്റെ മുകളിൽ ഒരു ഇമ്മൂവബിൾ, ചലിപ്പിക്കാൻ സാധിക്കാത്തതായ ലാൻഡ്, ബിൽഡിംഗ് പോലെയുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിന് മുകളിലുള്ള നമ്മുടെ താല്പര്യത്തെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതാണ് മോർട്ടഗേജ് എന്ന് അറിയപ്പെടുന്നത്. ദ പേഴ്സൺ ഹൂ ട്രാൻസ്ഫർ ദ ഇൻട്രസ്റ്റ് ഇൻ സ്പെസിഫിക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈസ് കോൾഡ് മോർട്ടഗേജർ. ആരാണോ അയാളുടെ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ മുകളിലുള്ള താല്പര്യത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, കൈമാറ്റം ചെയ്യുന്നത്, അയാളെ പറയുന്ന പേരാണ് മോർട്ടഗേജർ. ആൻഡ് ദ പേഴ്സൺ ടു ഹൂം സച്ച് ഇൻട്രസ്റ്റ് ഈസ് ട്രാൻസ്ഫേർഡ്. ആർക്കാണോ ഇത്തരത്തിലുള്ള ഒരു താല്പര്യത്തെ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിലുള്ള ഒരു താല്പര്യത്തെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്, അയാളെ പറയുന്ന പേരാണ് മോർട്ടഗേജി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, സെയിൽസും മോർട്ടഗേജും തമ്മിലുള്ള വ്യത്യാസം. മോർട്ടഗേജ് എന്ന് വെച്ചാൽ സിംപ്ലി മീൻസ് എന്താണ്? ലോൺ ഓവർ ദി ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിന് മുകളിൽ സെക്യൂരിറ്റി വെച്ചുകൊണ്ട് ലോൺ എടുക്കുന്ന ഒരു മെത്തേഡാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ബേസിസ്, അടിസ്ഥാനം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്, അല്ലേ? ഒന്ന് ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ, അല്ലേ? പൊസഷൻ ഉപയോഗിക്കുന്നതിനുള്ള അവകാശം, പൊസഷൻ കൈമാറ്റം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്കറിയാം, ഓണർഷിപ്പ് ആൻഡ് പൊസഷൻ ട്രാൻസ്ഫേർഡ് ഫ്രം സെല്ലർ ടു ദി ബയർ. സെയിൽസിൻ്റെ കേസിൽ, വിൽപ്പനയുടെ കേസിൽ എന്ത് ചെയ്യുന്നു? വിൽപ്പനയുടെ കേസിൽ എന്ത് ചെയ്യുന്നുണ്ട്? വിൽപ്പനയുടെ കേസിൽ സെല്ലറിൽ നിന്നും ബയറിലേക്ക് ഓണർഷിപ്പും പൊസഷനും ഒക്കെ കൈമാറ്റം ചെയ്യുന്നുണ്ട്. മോർട്ടഗേജിൻ്റെ കേസിലോ ഓൺലി ദ പൊസഷൻ ഈസ് ട്രാൻസ്ഫേർഡ്. കാരണം ലോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? തൻ്റെ ഒരു ലാൻഡിനെ, ബിൽഡിങ്ങിനൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്? ഒരാൾ മറ്റേ മോർട്ടഗേജിയുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത്, അല്ലേ? സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൊസഷൻ, അല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ നടക്കുന്നത്? പൊസഷൻ മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓണർ ആരാണ്? ഓണർ യഥാർത്ഥത്തിൽ അയാൾ തന്നെയാണ്, അല്ലേ? മോർട്ടഗേജർ തന്നെയാണ്. പൊസഷൻ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? മറ്റൊരാൾക്ക്, മോർട്ടഗേജിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ഓണർഷിപ്പ് ആരാണ്? ദ ബയർ ബിക്കം അബ്സല്യൂട്ട് ഓണർ. അറിയാലോ, ബയർ തന്നെയാണ്. സെയിൽസ് പ്രകാരം ഒരു വസ്തു വാങ്ങുന്ന വ്യക്തി ആരാണോ അയാൾ തന്നെയാണ് ആ വസ്തുവിൻ്റെ പരമമായ ഓണർ, പരമമായിട്ടുള്ള അതിൻ്റെ ഉടമസ്ഥൻ അയാൾ തന്നെയാണ്. മോർട്ടഗേജിൻ്റെ കേസിലോ ഓണർഷിപ്പ് റിമെയിൻസ് വെസ്റ്റഡ് ഇൻ ദി മോർട്ടഗേജർ. സംശയമൊന്നുമില്ല. കാരണം മോർട്ടഗേജ് പ്രകാരം ഒരു വസ്തുവിൻ്റെ പൊസഷൻ മാത്രമാണ് മറ്റൊരാൾക്ക് കൈമാറുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഒരു ലോണിനൊക്കെ സെക്യൂരിറ്റി ആയിട്ട് കൈമാറുന്നത് പൊസഷൻ മാത്രമാണ്, നോട്ട് ദ ഓണർഷിപ്പ്. മോർട്ടഗേജിക്ക് ഓണർഷിപ്പ് കൈമാറുന്നില്ല, പൊസഷൻ മാത്രമേ കൈമാറുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ദ ഓണർഷിപ്പ് റിമെയിൻ വെസ്റ്റഡ് ഇൻ ദി
മോർട്ടഗേജറുടെ അടുത്ത് തന്നെയാണ് എന്തുള്ളത്, ആ വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശമുള്ളത്. കൺസിഡറേഷൻ, സെയിൽസിൽ എന്താണ് കൺസിഡറേഷൻ? കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ കൺസിഡറേഷൻ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മണിയാണ്, പണമാണ്. പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ്, ഉൽപ്പന്നത്തിൻ്റെ വിലയാണ് കൺസിഡറേഷനായിട്ട് കൈമാറ്റം ചെയ്യുന്നത്. ഓക്കെ, ഉൽപ്പന്നത്തിൻ്റെ വില ഫ്രം ദി ബയർ ടു ദി സെല്ലർ, ബയറിൽ നിന്നും സെല്ലറിലേക്ക് ഉൽപ്പന്നത്തിൻ്റെ വിലയാണ് കൺസിഡറേഷനായിട്ട് കൈമാറുന്നത്. അതുപോലെ മോർട്ടഗേജിൻ്റെ കേസിലോ ഇറ്റ് ഈസ് ദ അഡ്വാൻസ് ഓഫ് ലോൺ. ഇവിടെ എന്താണ്? അഡ്വാൻസ് ഓഫ് ലോണാണ് അല്ലേ, അഡ്വാൻസ് ഓഫ് ലോണിൽ അഡ്വാൻസ് ആണെന്ത് ഇന്ന് അഡ്വാൻസ് ഓഫ് ലോണാണ് ഇവിടെ എന്തായിട്ട് പരിഗണിക്കുന്നത്? കൺസിഡറേഷനായിട്ട് പരിഗണിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് ബെയിൽമെൻറ്റ്. ബെയിൽമെൻറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക ആവശ്യം, ഒരു പ്രത്യേക പർപ്പസ് അക്കംപ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിയിൽ നിന്നും ഒരു ഉൽപ്പന്നത്തിൻ്റെ മറ്റൊരാൾക്ക് കൈമാറുകയാണെങ്കിൽ അതാണ് ബെയിൽമെൻറ്റ് അല്ലേ. എന്തൊരു വസ്തുവുമാകാം, ആ വസ്തു ഒരു പ്രത്യേക പർപ്പസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഫോർ ദ പർപ്പസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് എ പർപ്പസ്. അവിടെ രണ്ടാളുകളുണ്ട്, ബെയിലറുമുണ്ട് ബെയിലിയുമുണ്ട്. ബെയിലർ ഈസ് ദ പേഴ്സൺ ഹൂ ഈസ് ദ ഓണർ ഓഫ് ദാറ്റ് പ്രോഡക്റ്റ്. നമുക്കറിയാം ആ വസ്തുവിൻ്റെ ഉടമസ്ഥനാണ് ബെയിലർ. ബെയിലി എന്ന് വെച്ചാലോ, ബെയിലി ഈസ് ദ പേഴ്സൺ ഹൂ പൊസസ് ദ ഗുഡ്സ്. ബെയിലിയുടെ കയ്യിലാണ് വസ്തു ഉള്ളത്, പൊസസ് ചെയ്തിട്ടുള്ളത്, അയാളാണ് അത് ഉപയോഗിക്കുന്നത്. ആഫ്റ്റർ അക്കംപ്ലിഷിങ് ദാറ്റ് പർപ്പസ്, ആ ആവശ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ദ ബെയിലി ഷുഡ് ട്രാൻസ്ഫർ ദ ഗുഡ്സ് ടു ദി ബെയിലർ. ബെയിലർക്ക് തിരിച്ചു കൊടുക്കണം എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാനുള്ള എന്താണ്, ഈ പറയുന്ന സെയിൽസും ബെയിൽമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ബേസ് ഓണർഷിപ്പാണ്. നമുക്കറിയാം കോൺട്രാക്റ്റ് ഓഫ് സെയിൽ പ്രകാരം സെല്ലറിൽ നിന്നും ബയറിലേക്ക് ഓണർഷിപ്പ് കൈമാറുന്നു. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ഫ്രം സെല്ലർ ടു ദി ബയർ ഇൻ കേസ് ഓഫ് സെയിൽസ്. ഇൻ കേസ് ഓഫ് സെയിൽ ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫർ ഫ്രം സെല്ലർ ടു ദി ബയർ. സെല്ലറിൽ നിന്നും വിൽപ്പനക്കാരിൽ നിന്നും ബയറിലേക്ക്, വാങ്ങുന്ന വ്യക്തിയിലേക്ക് എന്ത് ചെയ്യുന്നു, ഉടമസ്ഥാവകാശം കൈമാറുന്നു. ഇൻ ദി കേസ് ഓഫ് ബെയിൽമെൻറ്റിൻ്റെ കേസിലോ ഓൺലി പൊസഷൻ ഓഫ് ഗുഡ്സ് ഈസ് ട്രാൻസ്ഫർ ഫ്രം സെല്ലർ ടു ദി ബയർ. പൊസഷൻ മാത്രമേ കൈമാറുന്നുള്ളൂ ബെയിൽമെൻറ്റിൻ്റെ കേസിൽ. കാരണം ഒരു പ്രത്യേക പർപ്പസ് അക്കംപ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബെയിൽമെൻ്റ് ഉള്ളത്. ആ പർപ്പസ് അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓണർക്ക് എന്ത് ചെയ്യണം, ആ വസ്തു തിരിച്ചു കൊടുക്കണം. സോ ഓൺലി ദ പൊസഷൻ ഓഫ് ഗുഡ്സ് ഈസ് ട്രാൻസ്ഫർ ഫ്രം ദി ബെയിലർ ടു ദി ബെയിലി ഓർ സെല്ലർ ടു ദി ബയർ. നെക്സ്റ്റ് വൺ, യൂസ് ഓഫ് ഗുഡ്സ് ആണ് അടുത്ത് പറയുന്നത്. ഇൻ കേസ് ഓഫ് സെയിലിൻ്റെ കേസിൽ എന്താണ്, ബയർ ക്യാൻ യൂസ് ദ ഗുഡ്സ് എനി വേ ഹി ലൈക്ക്. ബയർക്ക് അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ആ വസ്തുവിനെ ഉപയോഗിക്കാം. ഇൻ ദി കേസ് ഓഫ് സെയിൽസ്. ബെയിൽമെൻറ്റിൻ്റെ കേസിലോ ബെയിലി ക്യാൻ യൂസ് ദ ഗുഡ്സ് ഓൺലി അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് ദി ബെയിലർ. ബെയിലറുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൊണ്ട് മാത്രമേ കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റിൽ ബെയിലിക്ക് ഒരു വസ്തുവിനെ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ബെയിലി ക്യാൻ യൂസ് ദ ഗുഡ്സ് ഓൺലി അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് ദി ബെയിലർ. ബെയിലറുടെ, അതായത് ആ വസ്തുവിൻ്റെ ഓണറിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൊണ്ട് മാത്രമേ ആ വസ്തുവിനെ ബെയിലിക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വൺ, റിട്ടേൺ ഓഫ് ദി ഗുഡ്സ്. വസ്തുവിനെ, ആ ഉൽപ്പന്നത്തെ തിരിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഡിഫറൻസിയേഷൻ. സെയിൽസിൻ്റെ കേസിൽ ആഫ്റ്റർ പേയ്മെൻറ്റ് നോ ക്വസ്റ്റ്യൻ ഓഫ് റിട്ടേൺ ഓഫ് ദി ഗുഡ്സ്. വിൽപ്പന നടന്നു കഴിഞ്ഞാൽ, സെയിൽസ് നടന്നു കഴിഞ്ഞാൽ ബയർക്ക് പിന്നെ ആ വസ്തുവിനെ ആർക്കും തിരിച്ചു കൊടുക്കേണ്ടതില്ല. ബയർ ഈസ് ദ അൾട്ടിമേറ്റ് ഓണർ ഓഫ് ദി പ്രോഡക്റ്റ് ഇൻ കേസ് ഓഫ് സെയിൽസ്. ബയർ ഈസ് ദ അൾട്ടിമേറ്റ് ഓണർ ഓഫ് ദി പ്രോഡക്റ്റ് ഇൻ കേസ് ഓഫ് സെയിൽസ്. അതുകൊണ്ട് തന്നെ ദർ ഈസ് നോ ക്വസ്റ്റ്യൻ ഓഫ് റിട്ടേൺ ഓഫ് ദി ഗുഡ്സ്. അവിടെ ആ വസ്തുവിനെ തിരിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിനും സ്ഥാനമില്ല. നെക്സ്റ്റ്, ബെയിൽമെൻറ്റിൻ്റെ കേസിലോ ദ പാർട്ടി ഡെലിവറിങ് ദ ഗുഡ്സ് ഈസ് എൻടൈറ്റിൽഡ് ടു ഗെറ്റ് ബാക്ക്. ആരാണോ ഒരു വസ്തുവിനെ മറ്റൊരു വ്യക്തിക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നത്, ആ വസ്തുവിനെ അയാൾക്ക് തന്നെ തിരികെ കിട്ടുവാനുള്ള അവകാശമുണ്ട്. ഓക്കെ, നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വാഹനം വാങ്ങി, എനിക്കൊന്ന് അങ്ങാടി വരെ പോകണം, കുറച്ച് സാധനം വാങ്ങിക്കൊണ്ടുവരാനാണ്, നമ്മൾ വാഹനം കൊടുത്തു. അയാൾ എന്ത് ചെയ്യണം, അങ്ങാടിയിൽ പോയി സാധനം വാങ്ങി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ വാഹനം എന്ത് ചെയ്യണം, നമുക്ക് തന്നെ തിരിച്ചു നൽകണ്ടേ. അതുപോലെ
നെക്സ്റ്റ് കൺസിഡറേഷൻ. സെയിൽസിൻ്റെ കേസിൽ നാം പറഞ്ഞു എന്താണ്? പ്രൈസ് ഓർ വാല്യൂ ഓഫ് ദാറ്റ് ഗുഡ്സ് ഓർ മണി ഈസ് ദ കൺസിഡറേഷൻ. മണി ഈസ് ദ കൺസിഡറേഷൻ ഇൻ കേസ് ഓഫ് സെയിൽസ്. ബെയിൽമെൻറ്റിൻ്റെ കേസിലോ റിട്ടേൺ ദ ഗുഡ്സ് ആഫ്റ്റർ ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് പർപ്പസ്. ബെയിൽമെൻറ്റിൻ്റെ കേസിൽ പൈസയല്ല ഉള്ളത്. ഇവിടെ എന്താണ് കൺസിഡറേഷൻ ആയിട്ട് പരിഗണിക്കുക? റിട്ടേൺ ദ ഗുഡ്സ് ആഫ്റ്റർ ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് പർപ്പസ്. ബെയിലിയുടെ ആവശ്യം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ആ വസ്തുവിനെ തിരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ കൺസിഡറേഷൻ. ഓക്കെ, നോ മണി. ഇവിടെ പണത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബെയിൽമെൻറ്റ് ആൻഡ് സെയിൽസ്. ഓക്കെ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ്, ഫോർമാലിറ്റീസ് ഓഫ് എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. കോൺട്രാക്റ്റ് ഓഫ് സെയിലിൻ്റെ വിൽപ്പന കരാറിൻ്റെ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ്? എന്തെല്ലാം സ്റ്റെപ്പുകളിലൂടെയാണ് എന്തെല്ലാം കർമ്മങ്ങളിലൂടെയാണ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ വിൽപ്പന കരാർ നടപ്പിലാക്കുന്നത്? ആസ് പെർ സെക്ഷൻ 4 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് അല്ലേ, അല്ലെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ സെക്ഷൻ 4 പ്രകാരം, അതുപോലെ സെക്ഷൻ 5 പ്രകാരം ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഉണ്ടാക്കണമെങ്കിൽ, ഒരു വിൽപ്പന കരാർ തയ്യാറാക്കണമെങ്കിൽ അവിടെ ചില ഫോർമാലിറ്റീസ്, ചില കടമകൾ കടക്കേണ്ടതുണ്ട്, ചില ഫോർമാലിറ്റീസ് ഉണ്ട്. അതേതൊക്കെയെന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. ഒന്നാമത്തെ ഫോർമാലിറ്റിയാണ് ഓഫർ ടു ബൈ ഓർ സെൽ. രണ്ടാമത്തത് പാർട്ടീസ്. മൂന്നാമത്തെ പേയ്മെൻറ്റ് ഓഫ് പ്രൈസ്. നാലാമത്തെ ഡെലിവറി. അഞ്ചാമത്തെ ഫോം. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഓഫർ ടു ബൈ ഓർ സെൽ. എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഈസ് മെയ്ഡ് ബൈ സെല്ലർ ഓഫറിംഗ് ടു സെൽ ഗുഡ്സ് ആൻഡ് എ ബയർ ഓഫറിംഗ് ടു ബൈ ദ ഗുഡ്സ്. ഓഫർ ടു ബൈ ഓർ സെൽ. ശ്രദ്ധിക്കുക, ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിൽ, ഒരു വിൽപ്പന കരാർ ഉണ്ടാകുന്ന എങ്ങനെയാണ്? ഒരു സെല്ലർ തൻ്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതായിട്ട് ഓഫർ ചെയ്യുന്നു. ഓഫറിംഗ് ടു സെൽ ദ ഗുഡ്സ്, തൻ്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായിട്ട് വെക്കുന്നു. അതുപോലെ ബയർ എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും ഒരു വസ്തുവിനെ വാങ്ങുവാൻ വേണ്ടിയിട്ട് ഓഫർ വെക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അവിടെ ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഉണ്ടാവുന്നുള്ളൂ. പിന്നെ പാർട്ടീസ്, നമുക്കറിയാം 2 പേരുണ്ടാവില്ലേ? എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഇൻവോൾവ്സ് 2 പാർട്ടീസ്. വൺ മേക്സ് ഓഫർ ആൻഡ് ദ അതർ ആക്സെപ്റ്റ് ദി ഓഫർ. കോൺട്രാക്റ്റ് ഓഫ് സെയിൽ 2 ആൾക്കാരുണ്ടാവും, ബയർ ആൻഡ് ദി സെല്ലർ. 2 ആൾക്കാരുണ്ടാവും. വൺ പാർട്ടി മേക്സ് ദി ഓഫർ. ഒരാൾ എന്ത് ചെയ്യുന്നു? ഒരു ഓഫർ വെക്കുന്നു. മറ്റൊരാൾ എന്ത് ചെയ്യുന്നു? ദ അതർ പാർട്ടി ആക്സെപ്റ്റ് ദി ഓഫർ. മറ്റൊരു വ്യക്തി എന്ത് ചെയ്യുന്നു? ആ ഓഫറിനെ, ആ വാഗ്ദാനത്തെ സ്വീകരിക്കുന്നു. തേർഡ് വൺ, പേയ്മെൻറ്റ് ഓഫ് പ്രൈസ്. ദ കൺസിഡറേഷൻ ഷുഡ് ബി ദി പ്രൈസ്. ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ പണമാണ്, മണിയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ കൺസിഡറേഷനായിട്ട് പരിഗണിക്കുന്നത്. ദ പ്രൈസ് മേ ബി പെയ്ഡ് ഇമ്മീഡിയറ്റ്ലി ഓർ ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. ഇവിടെ ഉൽപ്പന്നത്തിൻ്റെ വില എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടൊക്കെ കൊടുക്കാം. ഫോർത്ത് വൺ, ഡെലിവറി. ഗുഡ്സ് മേ ബി ഡെലിവേർഡ് ഇമ്മീഡിയറ്റ്ലി ഓർ ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് മേ ബി ഡെലിവേർഡ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. കോൺട്രാക്റ്റ് ഓഫ് സെയിൽ നമുക്കറിയാം, ഉൽപ്പന്നത്തെ പെട്ടെന്ന് തന്നെ ഡെലിവർ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഫ്യൂച്ചർ ഡേറ്റിൽ, ഭാവിയിലെ ഒരു ഡേറ്റിൽ എന്ത് ചെയ്യാം? ഉൽപ്പന്നത്തെ കൈമാറാം, അല്ലെങ്കിൽ സെയിൽ നടക്കാം. ഫിഫ്ത്ത് വൺ, ഫോം. എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ മേ ബി ഇൻ റൈറ്റിംഗ് ഓർ വേർഡ്. ഞാൻ പറഞ്ഞു ഓൾറെഡി അല്ലേ, വാക്കാലെയോ ലിഖിത രൂപത്തിലോ ഒക്കെ ആവാം. നെക്സ്റ്റ് വൺ, ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ്. Document of title to goods is a proof of ownership of the goods. It enables the owner to receive the goods mentioned here, further transfer such right to another person by proper endorsement of delivery. Document of title to goods എന്ന് വെച്ചാൽ എന്താണ്? Document of title to goods എന്ന് വെച്ചാൽ അർത്ഥമാക്കുന്നത് പ്രൂഫ് ഓഫ് ഓണർഷിപ്പ് ആണ്, ഉടമസ്ഥാവകാശത്തിനുള്ള തെളിവാണ്. ഒരു വ്യക്തിക്ക് അയാളുടെ കൈവശമുള്ള വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശത്തിനുള്ള തെളിവാണ് ഇത് ഈ പറയുന്ന ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് എന്നറിയപ്പെടുന്നത്. ഒരു ഓണർക്ക്, ഒരു വസ്തുവിൻ്റെ ഓണർക്ക് അയാളുടെ കയ്യിലുള്ള വസ്തുവിൻ്റെ ഓണർഷിപ്പ് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റാണ് ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ്. അതുണ്ടെങ്കിൽ അയാൾക്ക് മറ്റൊരാൾക്ക് എന്ത് ചെയ്യുക? അത് ട്രാൻസ്ഫർ ചെയ്യുവാനൊക്കെ സാധിക്കുകയുള്ളൂ. ആസ് പെർ ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, any document which is used in the ordinary course of business as a proof of possession or control of goods. അതായത് ഒരു വ്യക്തി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പ്രകാരം ഒരു വസ്തുവിൻ്റെ
ഒരു വസ്തു തൻ്റെ കൈവശമുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏതൊരു ഡോക്യുമെൻറ്റും ഏതൊരു രേഖയും നമുക്ക് എന്തായിട്ട് പറയാം? ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ്. ഒരു പ്രൂഫായിട്ട്, ഒരു എവിഡൻസ് ആയിട്ട് ഒരു വ്യക്തിക്ക് ഒരു വസ്തുവിൻ്റെ മുകളിൽ അതിൻ്റെ ഓണർഷിപ്പ്, ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് എന്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അതെന്ത് പറയും? ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. താങ്ക് യു.